നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ട്രിവാൻഡ്രത്തും കായംകുളത്തുമുള്ള യാന ഫെർട്ടിലിറ്റി ആൻഡ് IVF സെന്ററിലെ സീനിയർ ഫെർട്ടിലിറ്റി കൺസൾട്ടന്റായ ഡോക്ടർ മീര ബാലകൃഷ്ണൻ. നമസ്കാരം മാം. നമസ്കാരം മാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF. മാം, നമുക്കറിയാം ഇപ്പം വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് വന്ധ്യത എന്ന് പറയുന്നത്. വളരെ അങ്ങ് കോമൺ ആകുന്ന ഒരു ടേമായിട്ട് മാറി. മാം, എന്താണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി? ഏകദേശം 1 വർഷത്തോളം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ച് ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് അവർക്ക് കുട്ടികളായില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ വന്ധ്യത എന്നുദ്ദേശിക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു 100 ദമ്പതികളെ എടുത്താൽ അതിൽ 80% പേർക്കും ഈ ആദ്യത്തെ 1 വർഷത്തുള്ള അവർ തന്നെ ശ്രമത്തിൽ നിന്ന് കുട്ടികൾ ഗർഭിണിയാവാൻ സാധിക്കും. അപ്പൊ അങ്ങനെ സാധിക്കാത്ത ഒരു 20% ആൾക്കാർ കാണും 1 വർഷം ട്രൈ ചെയ്തിട്ടും. അവരെയാണ് നമ്മൾ വന്ധ്യത എന്ന് ഉള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് വരുന്നൊരു കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും വന്ധ്യതയ്ക്ക്? വന്ധ്യതയുടെ കാരണങ്ങൾ എടുത്താല് മെയിൻ പണ്ടൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു, സ്ത്രീയുടെ കുഴപ്പം കൊണ്ടാണ് വന്ധ്യത എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, സ്ത്രീക്കും പുരുഷനും ഉള്ള വൈകല്യങ്ങൾ കൊണ്ട് വന്ധ്യതയുണ്ടാകും. ഇപ്പൊ ടോട്ടലായിട്ടുള്ള റീസൺസ് എല്ലാം കൂടെ എടുക്കുവാണെങ്കിൽ ഇതില് 1/3 മാത്രമേ ഉള്ളൂ സ്ത്രീയുടെ മാത്രം പ്രശ്നം കൊണ്ടുവരുന്നത്. പിന്നെ 1/3 പുരുഷന്റെ മാത്രം പ്രശ്നം കൊണ്ടുവരും. പിന്നെ ബാക്കി 1/3 അതായത് സ്ത്രീക്ക് പുരുഷന് 2 കൂട്ടർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. മാം, ഇപ്പൊ പറഞ്ഞു 1 വർഷം കൂടെ താമസിച്ചു, അപ്പം അവർക്ക് കുട്ടികൾ ഉണ്ടായില്ലെങ്കിലാണ് വന്ധ്യത എന്ന് പറയുന്നത്. മാം, അപ്പം എപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ദമ്പതികൾ ഒരു ഡോക്ടറിനെ കാണേണ്ട ഒരു അത്യാവശ്യം? ഈ 1 വർഷത്തിനുള്ളിൽ ആയില്ലെങ്കിലാണോ, അതോ അതിൽ കുറച്ചുകൂടെ പലപ്പോഴും അങ്ങനെയാണല്ലോ ദമ്പതികൾക്കിടയിൽ പറ്റുന്നത്, 2-3 വർഷമൊക്കെ നോക്കും, അതിനുശേഷമായിരിക്കും ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത്. എപ്പോഴായിരിക്കും അവരൊരു ഡോക്ടറിനെ സമീപിക്കേണ്ടത്? ഇപ്പം സ്ത്രീയുടെ പ്രായം 30 താഴെയാണ്. അവർക്ക് വേറെ പറയത്തക്ക 2 കൂട്ടർക്കും പുരുഷനും സ്ത്രീക്കും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അവര് ഗർഭനിരോധന മാർഗങ്ങളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് ആത്മാർത്ഥമായി ട്രൈ ചെയ്തിട്ടും അവർക്ക് 1 വർഷമായിട്ട് ആയില്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ഡോക്ടറെ കാണാൻ സാധിക്കും. അതല്ല, ചിലർക്ക് ഓൾറെഡി തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. അതായത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും എന്തെങ്കിലും നേരത്തെ ചെറുപ്പത്തില് എന്തെങ്കിലും സർജറീസ്, അതായത് അണ്ടാശയത്തില് സിസ്റ്റുകളോ ഗർഭപാത്രത്തിലെ മുഴകളോ അങ്ങനെ എന്തെങ്കിലും റിമൂവ് ചെയ്ത ഒരു ഹിസ്റ്ററി കാണും. ചിലപ്പം പുരുഷന്മാർക്ക് തന്നെ ഈ വൃഷ്ണം, ചെറിയ കുട്ടിയായിരിക്കും തന്നെ വൃഷ്ണം താഴോട്ട് വരാതെ അൺഡിസെൻഡ് ടെസ്റ്റിസ് എന്ന് പറയും. അപ്പൊ അതിനെന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിന് അതായത് കീമോതെറാപ്പി, റേഡിയോതെഷൻ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള ട്രീറ്റ്മെന്റ് ഹിസ്റ്ററീസ് ഓൾറെഡി ഉള്ളവര് ഈ 1 വർഷം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഒരു 6 മാസമൊക്കെ ട്രൈ ചെയ്തിട്ട് ആയില്ലെങ്കിൽ ഡോക്ടറെ കാണാം. പിന്നെ അതുപോലെ തന്നെ സ്ത്രീയുടെ പ്രായം 35 കൂടുതലാണെങ്കിലും 1 വർഷം വരെ കാത്തിരിക്കാതെ നേരത്തെ ഒരു 6 മാസമൊക്കെ ട്രൈ ചെയ്തിട്ട് ആയില്ലെങ്കിൽ ഡോക്ടറെ അവർ കാണുന്നതായിരിക്കും അഭികാമ്യം. മാം, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ പ്രമൂല തന്നെ പറയുന്നുണ്ടായിരുന്നു ജൂലൈ 25 വേൾഡ് IVF ഡേ ആയിട്ട് ആചരിക്കുകയാണ്. മാം, അതിനെ കുറിച്ച് ഒന്ന് പറയൂ. അത് IVF എന്ന് പറയുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പൊ അതായത് അണ്ടവും ബീജവുമായിട്ടുള്ള ബീജസങ്കലനം സാധാരണഗതിയിൽ നോർമലി നടക്കുന്നത് അണ്ടവാഹിനി കുഴലില്, സ്ത്രീയുടെ അണ്ടവാഹിനി കുഴലിൽ വെച്ചിട്ടാണ്. ഇത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഈ പ്രക്രിയ, അതായത് അണ്ടവും ബീജവുമായിട്ട് യോജിച്ച് ഭ്രൂണമാവുന്നത് ഒരു ലാബിന്റെ അറ്റ്മോസ്ഫിയറിലാണ്. അപ്പൊ അതായത് നമ്മുടെ സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും എടുത്ത് ലാബിൽ വെച്ചിട്ടാണ് ഈ പ്രക്രിയ നടക്കുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഇൻവിട്രോ, അതായത് പുറത്ത്, ശരീരത്തിന് പുറത്തുള്ളത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടെക്നിക് വെച്ച് ലോകത്തില് ആദ്യമായിട്ട് ജനിച്ച IVF ബേബി എന്ന് പറയുന്നത് ലൂയി ബ്രൗൺ ആണ്. അത് UK കേംബ്രിഡ്ജില് ബോണോ ക്ലിനിക്കിലാണ് ജനിച്ചത്. അപ്പം ആ കുട്ടി ജനിച്ച ഡേറ്റ് ആണ് അതിന്റെ ബർത്ത്ഡേ, അതായത് 25th ജൂലൈ 1978. ഇപ്പൊ അതിന് 46 years ആവുന്നു. അപ്പൊ അതാണ് നമ്മള്
വേൾഡ് IVF ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. നമുക്കൊരു കോളർ ചേർന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഡോക്ടർ. ഹലോ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ? കുറച്ച് അതേതാണ്ട് അടുത്തൊരു വീട്ടിൽ മരം മുറിക്കുന്നു. അതെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്? ചോദിച്ചോളൂ മാഡത്തിന്റെ അടുത്ത്. പിന്നെ ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഡോക്ടറെ, എന്റെ മോളെ ഇപ്പൊ പാരാമെഡിക്കലിന് പഠിക്കാവേ, പഠിച്ചു തീർന്നു. ഇപ്പൊ ട്രെയിനിങ് നടക്കുന്നു പരിമല ഹോസ്പിറ്റലിൽ. അതൊക്കെ ഈ പീരീഡ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര വയറുവേദനയും ഛർദിലും. എത്ര വയസ്സുള്ള കുട്ടിയാ? അവൾക്കിപ്പോ 24 വയസ്സായി. ഓക്കെ. അവർക്ക് ഭയങ്കരമായ, പിന്നീട് അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, അങ്ങ് ഛർദിലും, അങ്ങ് എന്തുവാന്ന് അറിയാൻ വയ്യ കൊച്ചിന്. കല്യാണം കഴിച്ച കുട്ടിയല്ലല്ലോ? അല്ലല്ല, അവളിപ്പം പിന്നെ നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചോദിച്ചു. അവള് അടൂര് ഒരു ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് നടത്തിയപ്പോ ഇതുപോലെ പ്രശ്നമായി. അവിടുത്തെ ഡോക്ടർ ഒരു ഗുളിക കുറിച്ചു കൊടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് പീരീഡ് ആവുന്നതിന് മുമ്പ്, ഒരു ദിവസത്തേക്ക് മുമ്പ് അത് കഴിച്ചാണ് അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും ശരി, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഗർഭാശയ അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ശരി, വിളിച്ചതിന് നന്ദി. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത്. മാം, ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു ജൂലൈ 25 ഒരു പ്രത്യേകത പറഞ്ഞിരുന്നു മാം. അപ്പോൾ IVF എന്താണെന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിന് പുറത്ത് ബീജവും അണ്ടവും കൂടെ ഉള്ള യോജിച്ചുള്ള പ്രക്രിയ ഫെർട്ടിലൈസേഷൻ നടത്തുന്നതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് നോർമലി ഓരോ മാസവും ഓരോ സ്ത്രീയുടെ അണ്ഡാശയത്തിൽ നിന്ന് ഒരണ്ടമാണ് വരുന്നത്. അപ്പൊ ഈ IVF പ്രക്രിയയിൽ നമ്മൾ ഒരണ്ടം വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതായത് പീരിയഡിന്റെ 2ാം ദിവസം തൊട്ട് റെഗുലർ ആയിട്ട് ഏകദേശം ഒരു 10 ദിവസം, ചിലർക്ക് 9 ദിവസം അല്ലെങ്കിൽ 8 ദിവസം മതിയായിരിക്കും, ചിലർക്ക് ചിലപ്പം 12 ദിവസം എടുക്കേണ്ടി വരും. തുടർച്ചയായിട്ട് ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ട് അണ്ഡാശയത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ അണ്ടങ്ങൾ വളരും. ഇപ്പൊ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഇഞ്ചക്ഷൻസ് കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തുള്ള ഹോർമോൺസ് കൂടാതെയാണ് നമ്മൾ പുറത്തുനിന്ന് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത്. അതപ്പം ഡെയിലി എടുക്കേണ്ട ഇഞ്ചക്ഷൻസ് ആണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി അൾട്രാസൗണ്ടും പിന്നെ ബ്ലഡ് ടെസ്റ്റ്, ഹോർമോൺ ടെസ്റ്റും ഒക്കെ ചെയ്ത് അണ്ടങ്ങളുടെ വളർച്ച മോണിറ്റർ ചെയ്ത് അണ്ടവളർച്ച ഏകദേശം ഒരു 18 മില്ലിമീറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ട്രിഗർ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കും. ആ ഈ ട്രിഗർ ഇഞ്ചക്ഷൻ കൊടുത്ത് ഒരു 35-36 മണിക്കൂറിനാകുമ്പോഴാണ് നമ്മൾ ഈ അണ്ടങ്ങളെ പുറത്തെടുക്കുന്നത്. അതിന് നമ്മൾ ഓവം പിക്കപ്പ് എന്ന് പറയും. അപ്പൊ അത് ചെറിയൊരു ഉറങ്ങാനുള്ള ഒരു മയക്കം, വലിയ അനസ്തേഷ്യ അല്ല അത് വളരെ ഒരു 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ഒരു പ്രൊസീജിയറാണ്. അത് വേദനാരഹിതമാണ്. അത് കഴിഞ്ഞാലും വലിയ പെയിൻ അങ്ങനെയൊന്നും കാണില്ല. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ ഹസ്ബൻഡിന്റെ സെമൻ സാമ്പിൾ കൊടുക്കണം. അപ്പൊ അതിൽ നിന്ന് ലാബിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ IVF എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. അപ്പൊ അതായത് ഈ അണ്ടവും ബീജവും കൂടെ ഒരു ഡിഷിൽ വെച്ചിട്ട് ഈ ബീജം പോയി അണ്ടവുമായിട്ട് യോജിച്ച് ഭ്രൂണമാക്കും. ഇത് ഒരു ഇൻക്യുബേറ്ററിൽ ഭ്രൂണം നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട്, അതും ലാബിനകത്താണ് ഇൻക്യുബേറ്ററിൽ വെച്ച് നമ്മൾ വളർത്തിയതിനു ശേഷം മാക്സിമം നമുക്ക് 5 days ആണ് ഭ്രൂണം വളർത്താൻ പറ്റുന്ന ഇൻക്യുബേറ്ററിൽ. ചില സമയത്ത് നമ്മൾ 2ാം ദിവസം അല്ലെങ്കിൽ 3ാം ദിവസം ഭ്രൂണം ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. ചില സമയത്ത് നമ്മളത് 5ാം ദിവസമായിരിക്കും നിക്ഷേപിക്കുന്നത്. ചില സമയങ്ങളിൽ എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഭ്രൂണം തിരിച്ച് നിക്ഷേപിക്കത്തില്ല, നമ്മളതിനെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ അത് ഡിപ്പെൻഡിങ് ഓൺ ഇൻഡിവിജ്വൽ പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഭ്രൂണം ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. ഓക്കെ മാം, ഇപ്പൊ ഇതാണ് പ്രോസസ് എന്ന് പറയുന്നത്. അതെ. ശരിക്കും പറഞ്ഞാൽ 1 മാസം ഏകദേശം നീണ്ടു നിൽക്കുന്നതാണോ? അത് എത്ര നാളായിരിക്കും ഒരു പ്രോസസ് നീണ്ടു നിൽക്കുന്നത്? ഏകദേശം ഒരു 15 to 20 days. അത്രേ ഉള്ളൂ. അത്രയും ദിവസത്തിനുള്ള ഈ ഒരു പ്രോസസ് നമുക്ക് ചെയ്യാൻ പറ്റും. മാം, അപ്പം ഇതിന്റെ ഇടയ്ക്ക് മാം പറഞ്ഞു പല ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയതിനു ശേഷമായിരിക്കുമല്ലോ നമുക്ക് ആർക്കൊക്കെയാണ് ഇത് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും നമുക്കൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നോക്കുന്നത്? ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് വന്ധ്യത
ഒക്കെ പോകുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ഡോക്ടറെ കാണുന്നതാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം. അപ്പൊ രണ്ടുപേരെയും കണ്ട് അവരുടെ പ്രോപ്പർ ഹിസ്റ്ററി എടുത്തിട്ട് അവർക്ക് അതെന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നതാണോ അതോ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് വല്ലതും ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക. പിന്നെ അവരുടെ സെക്ഷൽ ഹിസ്റ്ററി, ചിലർക്ക് ഒരു ഐഡിയയും കാണത്തില്ല, എഡ്യൂക്കേറ്റഡ് ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് എപ്പോഴാണ് നോർമലി അണ്ടം പുറത്തു വരുന്നത്, എപ്പോഴാണ് ബന്ധപ്പെടേണ്ടത്, ഇതൊന്നും അവർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ശരിയായ നല്ലൊരു കൗൺസിലിംഗ് കൊടുത്താൽ മാത്രം മതിയായിരിക്കും. ചിലർക്ക് ട്രീറ്റ്മെന്റേ വേണ്ടി വരില്ല. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം അമിത ശരീരഭാരം ഉണ്ടെങ്കിൽ അതും അണ്ടോൽപാദനം പ്രോപ്പറായിട്ട് നടക്കാതിരിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പം വെയിറ്റ് കുറച്ചാൽ തന്നെ ഒരു 80 കിലോ വെയിറ്റ് ഉള്ള ഒരാള് ഒരു 10% ഓഫ് ദ ബോഡി വെയിറ്റ് കുറച്ചാൽ തന്നെ സ്വാഭാവികമായിട്ട് നോർമലായിട്ട് അണ്ടോൽപാദനം നടക്കുകയും ഗർഭധാരണം നടക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ്, അതായത് നമുക്ക് വേറെ എന്തെങ്കിലും പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ്, അത് വന്ധ്യത ഉള്ളവർ മാത്രമല്ല ആരാണെങ്കിലും ശരി, ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് നമുക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ ഓക്കെ ആണോ അല്ലെങ്കിൽ തൈറോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു, അതെല്ലാം ചെയ്യുക. പിന്നെ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുക. പിന്നെ ഒരു ബീജ പരിശോധന ഹസ്ബൻഡിന്. അപ്പം ബീജം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബീജത്തിൽ ശരിക്കും നമ്മള് കൗണ്ട് മാത്രമല്ല നോക്കേണ്ടത്, പിന്നെ ബീജങ്ങളുടെ ചലനശേഷി അതെങ്ങനെയുണ്ട്, പിന്നെ നോർമൽ ആയിട്ടുള്ള ബീജങ്ങൾ എത്രയുണ്ട്. അപ്പൊ അത് ഒന്ന് അസസ് ചെയ്തതിന് ശേഷം ആണ് അത് ബേസിക് ആയിട്ട് ചെയ്യാനുള്ള. പിന്നെ സ്ത്രീകൾക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അത് നമ്മള് ട്രാൻസ്വജൈനൽ, അതായത് യോനിയിൽ കൂടെയുള്ള സ്കാനാണ് കൂടുതൽ നല്ലത്. അതായത് അണ്ടാശയമൊക്കെ പ്രോപ്പറായിട്ട് കാണുന്നതിനും അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം നോക്കുന്നതിനും ഒക്കെ അത് സഹായമാണ്. അപ്പം നമുക്ക് യൂട്രസ് ഒക്കെ നോർമലായിട്ടാണോ അണ്ടാശയം നോർമലായിട്ടാണോ ഇരിക്കുന്നത്, ഈ വക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബേസ് ലൈനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ ഒന്നിനും കുഴപ്പമില്ല. സ്ത്രീയുടെ പ്രായം ഒരു 25-26 വയസ്സായ ഒരു കുട്ടിയാണ്. ഹസ്ബൻഡിന്റെ സെമൻ സാമ്പിളൊക്കെ നോർമലാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ അവരൊക്കെ നോർമലി കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ആയില്ലെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസിലോട്ട് കടന്നാൽ മതി. പിന്നെ നമുക്കിപ്പോ സ്കാൻ ചെയ്ത് അറിയാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് അണ്ടവാഹിനി കുഴലില്ല, അത് ഓപ്പൺ ആണോ അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ വേറെ ടെസ്റ്റുകൾ ചെയ്യണം. ഇപ്പൊ ഹസ്ബൻഡും വൈഫും എല്ലാം എല്ലാം ഓക്കെയാണ്, എന്നിട്ടും ഗർഭധാരണം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്യൂബൽ ഇത് സസ്പെക്ട് ചെയ്തിട്ട് അതിനുള്ള ടെസ്റ്റുകൾ, ട്യൂബിന്റെ പേറ്റൻസി, അതായത് ട്യൂബ് ഓപ്പൺ ആണോ അതിനകത്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് ഉള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. മാം, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഇതിലൂടെ കടന്നു പോകുന്ന ഒരു പേഷ്യന്റിന് വേണ്ടതെന്നായിരുന്നു. മാം, അപ്പം ശരിക്കും മാം പറഞ്ഞിരുന്നു 25 വയസ്സൊക്കെ കഴിയുന്ന ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. മാം, അപ്പൊ ശരിക്കും എത്ര ഏജ് തൊട്ട് ഉള്ളവർക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് സ്വീകരിക്കാം, എത്ര ഏജ് വരെ? അങ്ങനെ ഒരു കട്ട് ഓഫ് ഏജിന്റെ അതിന്റെ ഇൻഡിക്കേഷൻ എന്താണ് വന്ധ്യതയുടെ കാരണം, അതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പറയുന്നത്. അല്ലാണ്ട് അതിന് ഏജിന്റെ റോളിനെക്കാളും കൂടുതലായിട്ടുള്ളത് എന്തുകൊണ്ടാണ് വന്ധ്യത ഉള്ളത്. ഇപ്പം ചിലർക്ക് ഹസ്ബൻഡ് സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ ബീജം ചിലപ്പോൾ ഒട്ടും കാണാത്ത ആൾക്കാർ കാണും, 0 ആയിരിക്കും, അതായത് നമ്മൾ അസോസ്പെർമിയ എന്ന് പറയും. പിന്നെ ചിലർക്കാണെങ്കിൽ വളരെ കുറവായിരിക്കും, 1 മില്യണിൽ താഴെയായിരിക്കും. ചിലപ്പോൾ 2-3 സ്പേംസേ നമ്മൾ ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഒരു ഫീൽഡിൽ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വളരെ ബീജം കുറവുള്ളവർക്ക് അവർക്ക് ആകും എന്ന് പറഞ്ഞ് കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന സമയം കളയുന്നതിനേക്കാളും ഇപ്പൊ ഹസ്ബൻഡിന്റെ ഏജ് ചിലപ്പോൾ 30 വയസ്സായിരിക്കും, വൈഫിന് 25 ഇയേഴ്സ് ആയിരിക്കും. അപ്പം പക്ഷെ പുള്ളിക്കാരന് ബീജം കാണുന്നില്ല, സെമൻ അനാലിസിസ് ബീജമില്ല. അപ്പൊ ബീജം ഇല്ലാത്തപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുക. ഹോർമോൺ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതാണോ അതോ ഉണ്ടായിട്ട് എന്തെങ്കിലും തടസ്സം കൊണ്ടാണോ ബീജം പുറത്തു വരാൻ പറ്റുന്നത്, പിന്നെ അവർക്ക് എന്തെങ്കിലും ജനിതകമായ തകരാറുണ്ടോ, ഇതെല്ലാം നമ്മൾ ഓരോരോ ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ചില കേസസിൽ നമുക്ക് ഈ
പുറത്ത് ബീജം വന്നില്ലെങ്കിൽ ചിലപ്പം അതായത് വൃഷ്ണത്തിൽ ബീജം കാണും. അപ്പം വൃഷ്ണത്തിൽ നിന്ന് ബീജം കുത്തിയെടുത്ത് ആ ബീജം വെച്ചിട്ട് നമുക്ക് വന്ധ്യതാ ചികിത്സ നടത്താം. അപ്പൊ അങ്ങനെയാണ് ബീജം കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് ശരിക്കും പറഞ്ഞാല് വൈഫിന് പ്രായം കുറവാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിന് IVF പറ്റത്തില്ല, ഇക്സി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിലോട്ട് നമുക്ക് പോവേണ്ടി വരും. അപ്പൊ ഇൻഡിക്കേഷൻ അനുസരിച്ചിട്ടാണ് ആർക്കൊക്കെയാണ് IVF ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അല്ലാതെ ഏജിനെക്കാളും കൂടുതൽ അതില് നമുക്ക് എന്താണ് ഇൻഡിക്കേഷൻ. പിന്നെ നമ്മളിപ്പം കണ്ടുവരുന്ന എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ പൊതുവെ നോക്കുകയാണെങ്കിൽ വന്ധ്യതാ നിരക്ക് കൂടിക്കൂടിയാണ് വരുന്നത്. മേ ബി നമ്മളെ ജീവിത സാഹചര്യം, നമ്മുടെ സ്ട്രെസ്, പിന്നെ വായു മലിനീകരണം, പിന്നെ റേഡിയേഷൻസ്, നമ്മൾ കൂടുതലും എപ്പോഴും നമ്മൾ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പല പല ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഈ ജങ്ക് ഫുഡ്സ്, അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ട് ഇപ്പം ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് പ്രായം കുറവായിരിക്കും, 32 ഇയേഴ്സ് ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ അവർക്ക് നമ്മൾ അണ്ടങ്ങളുടെ എണ്ണം നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് അതൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് ടെസ്റ്റിന്റെ പേര് ആന്റി മുള്ളേറിയൻ ഹോർമോൺ AMH എന്നാണ്. പിന്നെ നമുക്ക് സ്കാൻ ചെയ്ത് അണ്ടാശയത്തിലുള്ള ഫോളിക്കിൾസിന്റെ എണ്ണം നോക്കാൻ പറ്റും, ആൻഡ്രൽ ഫോളിക്കിൾ കൗണ്ട്. ഇത് രണ്ടും നോക്കി നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പൊ ഈ ഒരുപാട് യങ്സ്റ്റേഴ്സില് ചെറുപ്പക്കാർ വളരെ പ്രായം കുറഞ്ഞവരെല്ലാം ഇത് കുറവാണ് കാണുന്നത്. അപ്പം ഇത് കുറവ് കണ്ടാല് അത് കഴിക്കുന്ന നമുക്ക് ഒരുപാട് സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും ആകാം എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ ഈ ഒരുപാട് വെയിറ്റ് ചെയ്ത് നല്ല സമയം കഴിഞ്ഞാല് ഒരു 35 ശേഷം ഭയങ്കരമായിട്ടാണ് വളരെ പെട്ടെന്നാണ് എല്ലാ സ്ത്രീകൾക്കും ഈ അണ്ടങ്ങളുടെ നമ്പർ കുറഞ്ഞു വരുന്നത്. 40 വയസ്സായി കഴിഞ്ഞാൽ അതിനേക്കാളും സ്പീഡിൽ കുറയും. അപ്പം ഒരുപാട് ആ ടെസ്റ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഓവേറിയൻ റിസർവ് എന്താന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിപ്പം വളരെ കുറവാണ്. ഇപ്പം ഒരു 32 ഇയർ ഉള്ള ഒരാൾക്ക് ഒരു 1.5 AMH ഉള്ളെങ്കിൽ അത് കുറവാണ്. അപ്പൊ നമ്മൾ ഒരു വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം വർഷങ്ങൾ പാഴിക്കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ടൈമില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് പ്രഗ്നന്റ് ആവാൻ നാച്ചുറലി നോക്കുക. അതായില്ലെങ്കിൽ സമയം കളയാതെ IVFലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് സ്വന്തം അണ്ടം വെച്ചിട്ട് നമുക്ക് കുട്ടി ഉണ്ടാവുള്ളൂ. പലപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇതിന്റെ ഒരു സക്സസ് റേറ്റ് എത്രത്തോളം ആണ് എന്നുള്ളതിന്. ഓക്കെ, അപ്പം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മള് പിന്നെ IVFന്റെ സക്സസ് റേറ്റ് ഒരിക്കലും 100% അല്ല. പിന്നെ സക്സസ് റേറ്റ് നമ്മള് ഇൻഡിക്കേഷൻസ് എന്തിനാണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ച് സക്സസ് റേറ്റ് എല്ലാം വ്യതിയാനം വരും. ഇപ്പം വൈഫിന് പ്രായം 30 താഴെയാണ്, ബീജം ഒക്കെ നല്ലതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ലാബ് സെറ്റിംഗിലാണ് നമ്മൾ ചെയ്തതെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കൊരു 40 to 50% സക്സസ് റേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് 30 വയസ്സ് താഴെയുള്ള സ്ത്രീകളുടെ കാര്യമാണ്. പിന്നെ ഉള്ളത് നമുക്ക് എക്സസ് എംബ്രിയോ കാണും. നമ്മള് 1 അല്ലെങ്കിൽ 2 എംബ്രിയോ കൂടുതൽ 30 വയസ്സിന് താഴെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കത്തില്ല. അപ്പൊ നമുക്ക് എക്സസ് ആയിട്ട് ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇഞ്ചക്ഷൻ എടുത്ത് കൂടുതൽ നമ്പർ ഓഫ് എക്സ് കിട്ടുമെന്ന്. അപ്പൊ അതിൽ എത്ര ഭ്രൂണം ഉണ്ടെങ്കിൽ 2 എണ്ണം ഇട്ടിട്ട് ബാക്കി അധികം വരുന്ന ഭ്രൂണം നമ്മള് ശീതീകരിച്ച് സൂക്ഷിക്കും. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഈ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് മതി അടുത്ത കുട്ടിയെങ്കിൽ അതുവരെ അപ്പൊ നമുക്ക് ഈ ഫ്രോസൺ എംബ്രിയോ പിന്നെ നമുക്ക് ഈ പ്രക്രിയ ചെയ്യേണ്ട കാര്യമില്ല. ഈ ശീതീകരിച്ച് വെച്ചിരിക്കുന്ന എംബ്രിയോ ഭ്രൂണം എടുത്ത് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ബേബിക്ക് ട്രൈ ചെയ്യാം. 2 വർഷം കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, 2 വർഷമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. അതല്ല നമുക്കിപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സക്സസ് ആവത്തില്ലല്ലോ. അപ്പൊ സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് അടുത്ത എംബ്രിയോ ട്രാൻസ്ഫർ ഒരു 2-3 മന്ത്സ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സക്സസ് ആയില്ല എന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ പിന്നെ ഏജ്, അതായത് സ്ത്രീയുടെ പ്രായമാണ് ഏറ്റവും നമ്പർ 1 ഫാക്ടർ സക്സസിന് ബാധിക്കുന്നത്. 35 വയസ്സിന് ശേഷം വിജയ ശതമാനം കുറയും. 40 വയസ്സിന് ശേഷം
IVF-ന്റെ സക്സസ് റേറ്റ് എന്നത് സ്വന്തം അണ്ടം വെച്ച് ചെയ്യുന്ന സ്വന്തം അണ്ടം ആണെങ്കിൽ IVF-ന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 40 വയസ്സിന് ശേഷം 10% ഉള്ളൂ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ 40 വയസ്സാകുമ്പോഴത്തേക്ക് സ്ത്രീകളുടെ അണ്ടം ഉണ്ടാവുന്ന അണ്ടത്തിന് ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ട്. അതായത് ജനിതകമായി അബ്നോർമൽ ആയിട്ടുള്ള അണ്ടങ്ങളായിരിക്കും 40 വയസ്സിന് ശേഷം സ്ത്രീ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അണ്ടം വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു ഭ്രൂണം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത് വരുന്നത്. പിന്നെ ഉള്ളത് യൂട്രസിന്റെ നമ്മളിപ്പം വിജയശതമാനം എന്ന് വെച്ചാൽ ഭ്രൂണവും പിന്നെ നമ്മൾ വെക്കുന്ന ഗർഭപാത്രം. ഒന്ന് ഭ്രൂണത്തിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഭ്രൂണത്തിന്റെ ക്വാളിറ്റി അത് അണ്ടത്തിന്റെ ഉണ്ടാവാം, ബീജത്തിന്റെ പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഭ്രൂണം നല്ല ഭ്രൂണം ആയിരിക്കത്തില്ല. അതാണ് സക്സസ് IVF നെഗറ്റീവ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. പിന്നെ യൂട്രസിന്റെ ലൈനിങ്, അതായത് എൻഡോമെട്രിയോ എന്ന് പറയാം, യൂട്രസിന്റെ ഇന്നർ ലൈനിങ്. അപ്പൊ ആ എൻഡോമെട്രിയോസിന് പ്രോപ്പർ തിക്നെസ് വേണം. പിന്നെ അതിനകത്ത് ചിലപ്പം ചെറിയ കുരുപ്പ്, അതായത് പോളിപ്പ് പോലെയുള്ള കാണാം. അത് നമ്മൾ യൂട്രസിന്റെ ഉള്ളിൽ കാണുന്ന ഹിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അത് റെഡിയാക്കാം. പിന്നെ ട്യൂബിന് ചിലപ്പം വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആണെങ്കിലും എൻഡോമെട്രിയോസിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആണെങ്കിൽ പോലും നമുക്കിപ്പം അമിതമായി സക്സസ് റേറ്റ് കുറയും. അപ്പൊ ട്യൂബ് നമ്മൾ സെപ്പറേറ്റ് ഔട്ട് യൂട്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം. അപ്പൊ ആ ട്യൂബിൽ കിടക്കുന്ന ഫ്ലൂയിഡും കൂടെ യൂട്രസിൽ ഇറങ്ങിയിട്ടാണ് ഈ ഭ്രൂണം ശരിക്കും പിടിക്കാതെ പറ്റുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ട്രൈ ഔട്ട് ചെയ്താല് നമുക്ക് സക്സസ് റേറ്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഭ്രൂണത്തിന് തന്നെ നമുക്ക് ജനിതക സ്റ്റഡീസ് ചെയ്യാം, ജനറ്റിക് ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ ഭ്രൂണത്തിന് എന്തെങ്കിലും അബ്നോർമൽ ഭ്രൂണം ആണെങ്കിൽ അതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് നോർമൽ ആയിട്ടുള്ള ഭ്രൂണത്തിനെ നമുക്ക് ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ്. ഇപ്പം IVF നെഗറ്റീവ് ആയാൽ വീണ്ടും അവർക്ക് എപ്പോഴായിരിക്കും ഇനി അടുത്തൊരു IVF ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഒരു IVF ടെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ റെഗുലർ പ്രാക്ടീസിൽ കണ്ടുവരുന്ന എന്ന് വെച്ചാൽ പേഷ്യൻസ് ഇപ്പൊ ഒരു സെന്ററിൽ പോയി IVF ചെയ്യും. IVF ചെയ്തിട്ട് നെഗറ്റീവ് റിസൾട്ട് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അവരവിടെ നിൽക്കുന്നേ ഇല്ല. അവരുടനെ അടുത്ത IVF സെന്ററിൽ പോകും. പ്രോപ്പറായിട്ട് അവിടുത്തെ ഈ വരുന്ന പേഷ്യൻസില് ഒരു നല്ലൊരു ശതമാനവും ആൾക്കാരുടെ കയ്യിൽ യാതൊരുവിധ ഡീറ്റെയിൽസും കാണത്തില്ല അവരുടെ ആദ്യത്തെ IVF-നെ കുറിച്ച്. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമ്മൾ നമുക്ക് എവിടെയാണോ ട്രീറ്റ്മെന്റ് എടുത്താൽ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ഡോക്ടറുടെ ഒപ്പീനിയൻ വളരെ വിലപ്പെട്ടതാണ്. ബിക്കോസ് ആ ഡോക്ടർക്കേ അറിയാൻ പറ്റത്തുള്ളൂ എംബ്രിയോയുടെ ഇവര് ഒരു പേപ്പർ പോലും ഇതുകൊണ്ട് പേപ്പർ പോലും എല്ലാ റിപ്പോർട്ട്സും കളക്ട് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് വാങ്ങി വേറൊരു ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ അതെല്ലാം വാങ്ങിക്കൊണ്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആയോന്നുള്ള അതിനൊരു റീസൺ കണ്ടുപിടിച്ചിട്ട് അത് പരിഹരിച്ചിട്ട് വേണം നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട്. ഒരു 2-3 months ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെയിറ്റിന്റെ കാര്യത്തിൽ വെയിറ്റ് ഒരുപാടാണെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ്. അതിപ്പം ഐഡിയൽ ആയിട്ട് ബിറ്റ്വീൻ 19 and 25 ആണ് ഐഡിയൽ BMI എന്ന് പറയുന്നത്. ഇപ്പൊ 25-ന് മുകളിലാണ് അല്ലെങ്കിൽ 19-ന് താഴെയാണെങ്കിലും ഈ പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ വെയിറ്റ് ഒക്കെ പ്രോപ്പർ ആക്കി എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പിന്നെ നല്ലൊരു പ്രോപ്പർ കൗൺസിലിംഗ് വേണം. ബിക്കോസ് സ്ട്രെസ് എപ്പോഴും അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ രണ്ടാമതൊരെണ്ണത്തിന് പോകാനായിട്ട്. ഇപ്പം IVF ചെയ്യുന്നതിന് മുൻപും എന്തെങ്കിലുമൊക്കെ ഒരു തയ്യാറെടുപ്പുകളുണ്ടോ അതെ? പേഷ്യന്റ് എന്നുള്ള രീതിയിൽ നല്ലൊരു ഫസ്റ്റ് അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ഇൻഫെർട്ടിലിറ്റി സെന്റർ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ സെലക്ട് ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിന്റെ ബാഹ്യമായ മൂടി അല്ല നോക്കേണ്ടത്. അവിടുത്തെ ലാബ് എങ്ങനെയാണ്, നല്ല ക്ലിനീഷ്യനാണോ അവിടെ ഉള്ളത്, ലാബ് ഫെസിലിറ്റീസ് എങ്ങനെയാണ്. പിന്നെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ സ്ഥിരമായിട്ടൊരു എംബ്രിയോളജിസ്റ്റ് കാണത്തില്ല.
വന്നു പോകുന്ന എംബ്രിയോളജിസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും അതൊക്കെ നോക്കിയിട്ട് സ്ഥിരമായിട്ട് പ്രോപ്പറായിട്ട് ഉള്ള ഒരു എംബ്രിയോളജിസ്റ്റ് സ്ഥിരമായിട്ടുള്ള ഒരു ലാബിൽ ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ ലാബ് ക്വാളിറ്റിക്കും എംബ്രിയോ ക്വാളിറ്റി എല്ലാം ബെറ്റർ ആവാനുള്ള. അപ്പൊ ആ വക കാര്യങ്ങൾ. പിന്നെ ആ ലാബിന്റെ സക്സസ് റേറ്റ് എങ്ങനെയാണ്, ആ ഹോസ്പിറ്റലിന്റെ സക്സസ് റേറ്റ് എത്രയാണ്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് വേണം ഒരു സെന്റർ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ സൂചിച്ച പോലെ ഫോളിക് ആസിഡ് കഴിക്കുക, ഐഡിയൽ ആയിട്ടുള്ള ബോഡി വെയിറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുക. പിന്നെ അത് കൂടാതെ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. പിന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. എക്സസ് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് കട്ട് ഷോർട്ട് ചെയ്യണം. പിന്നെ കൂടുതൽ കഫീനൊക്കെ ഒരുപാട് ഇൻടേക്ക്, ടുബാക്കോ, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഈ സ്ട്രെസ് കുറയ്ക്കുക. അതിനുവേണ്ടി ശരിക്കും നമ്മൾ മൈൻഡ് ആൻഡ് ബോഡി മാത്രമല്ല മൈൻഡ് ആൻഡ് ബോഡി, അതിനുവേണ്ടി കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ബിക്കോസ് ഓരോ പ്രാവശ്യം നെഗറ്റീവ് ആകുമ്പോഴും ആൾക്കാർ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് ചെയ്യുക, അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് അതിന് തുടക്കത്തിന് മുമ്പ് ചെയ്യാനുള്ളത്. മാം, അപ്പൊ നമ്മൾ പറഞ്ഞു IVF-ന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സക്സസ് റേറ്റിനെ ബാധിക്കുന്ന എന്തെല്ലാം ഘടകങ്ങളാണ്, ലാബിന്റെ ഫെസിലിറ്റി, അതുപോലെ എംബ്രിയോളജിസ്റ്റ്, അതിന്റെ കാര്യങ്ങളൊക്കെ മാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. മാം, നമ്മളിപ്പോ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. നമുക്ക് ഒരാൾക്ക് എത്ര തവണ IVF ചെയ്യാൻ പറ്റും? അതിനൊരു കട്ട് ഓഫ് ആയിട്ട് ഇത്ര പ്രാവശ്യമാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അങ്ങനെയില്ല. ഇപ്പൊ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. നമ്മളല്ലേ നമ്മുടെ ബാക്കി നമ്മുടെ സാമ്പത്തിക, നമ്മൾക്ക് അത് ചെയ്യാനുള്ള സാമ്പത്തികം ഉണ്ടോ? ബിക്കോസ് ഇന്ത്യയില് എല്ലാവരും പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ വലിയ പുറത്ത് രാജ്യത്തിലുള്ള UK പോലെയുള്ള രാജ്യങ്ങളിലുള്ള NHS ഫണ്ട് ചെയ്തല്ല നമ്മളൊക്കെ ചെയ്യുന്നത്. ഓരോരുത്തരും അവരവരുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഏറ്റവും വലിയ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ എക്സ്പെൻസ് തന്നെയാണ്. പിന്നെ ഉള്ള ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അത് നമ്മള് മാനസികമായിട്ട് തളരുക ഒരു പ്രാവശ്യം. പക്ഷെ അപ്പൊ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സൈക്കിൾ ചെയ്യുമ്പോൾ അതിന്റെ സക്സസ് റേറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് അവർ ഓൾറെഡി തന്നെ മനസ്സിലാക്കിയിട്ട് അതിന് തുടങ്ങുവാണെങ്കിൽ, ഇപ്പൊ അവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ട്, ഡോക്ടർ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. അതേസമയം അല്ല അങ്ങ് ഓവർ നമ്മൾ 100% ഇപ്പം കുഞ്ഞ് കിട്ടും എന്ന് പറഞ്ഞിരുന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നിരാശയിലോട്ട് നയിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇത്രയേ ഉള്ളൂ എന്നൊരു ലിമിറ്റേഷൻ ഇല്ല. എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സ്ത്രീയുടെ പ്രായമാണ്. സ്ത്രീയുടെ പ്രായം 35 കഴിഞ്ഞു പോയാല് സക്സസ് റേറ്റിനെ അത് വളരെ ഇതായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് നല്ലത്. മാം, ഇപ്പം നമ്മൾ പറഞ്ഞ് മാനസികമായിട്ട് തയ്യാറെടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ മാം. ഇപ്പൊ ഈ IVF ചെയ്യുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ പറഞ്ഞു. IVF ചെയ്ത് കഴിഞ്ഞാല് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഒരു പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ടത്? അതായത് നമ്മളിപ്പം യൂഷ്വലി ഒരു IVF ചെയ്ത നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു 10-12 എഗ് ആയിരിക്കും, അണ്ടമായിരിക്കും നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത്. അത് നോർമലാണ്. ചിലർക്ക് കൂടുതൽ ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് കൂടുതൽ നമ്പർ ഓഫ് അണ്ടങ്ങള് വരും. അപ്പൊ ഉണ്ടാവുന്ന അണ്ടങ്ങളെ നമ്മൾ പുറത്തെടുക്കും. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓവറി, അതായത് അണ്ടാശയത്തിന്റെ വലിപ്പം, അണ്ടാശയത്തിലാണല്ലോ അണ്ടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അണ്ടാശയത്തിന്റെ വലിപ്പം ക്രമാതീതമായി കൂടുകയും യൂട്രസിനകത്ത് ചെറുതായിട്ട് വെള്ളം കെട്ടുവരുകയും ഒക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എക്സ്ട്രാ കെയർ നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ റെഗുലറായിട്ട് സ്കാൻ ചെയ്യുന്നുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിന് തക്ക മെഡിസിൻ അനുസരിച്ച് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫൈനൽ ഒരു ട്രിഗർ ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പൊ അത് പല രീതിയിലുള്ളതുണ്ട്. അപ്പൊ ഇത് ഉണ്ടാവാതിരിക്കാനുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കും. പിന്നെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ അവരെ കൂടുതൽ ഇതായിട്ട് ഒബ്സർവ് ചെയ്യും. പിന്നെ അവർക്ക് എംബ്രിയോ ട്രാൻസ്ഫർ നമ്മൾ ചെയ്യത്തില്ല. അവരുടെ എല്ലാ ഭ്രൂണവും നമ്മൾ ശീതീകരിച്ച് സൂക്ഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. അവരെയാണ് നമ്മളൊരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ ഉള്ളവര് യൂട്രസിന്റെ ലൈനിങ് എല്ലാം
അതിന്റെ തിക്നെസ് എല്ലാം ഓക്കെ ആണ്. പിന്നെ നമ്മള് ബാക്കിയെല്ലാം ശരിയാണെങ്കിൽ, ഹോർമോൺസ് ലെവൽ എല്ലാം ശരിയാണെങ്കിൽ നമ്മള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-ാം ദിവസം അല്ലെങ്കിൽ 3-ാം ദിവസം, ചിലർക്ക് 5-ാം ദിവസം നമ്മൾ ഭ്രൂണം ഉള്ളിലിടും. അപ്പൊ അവർക്കെന്ന് പറയുന്നത് ഈ കൂടുതൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ വലിയൊരു എക്സസൈസ് പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. പിന്നെ ചിലർക്കൊരു തെറ്റായ ധാരണയുണ്ട് IVF കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്ന്. പക്ഷെ അതൊരു തെറ്റായ ഇതാണ്. നമുക്ക് നോർമൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഒരു 2 വീക്സ് കുറച്ച് മെഡിസിൻസ് കാണും, അത് കറക്റ്റ് ടൈമിന് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ 2 വീക്സ് ആകുമ്പോഴത്തേക്ക് നമ്മള് പിന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ഉണ്ടല്ലോ, ബീറ്റ-ICG ടെസ്റ്റ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 10 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് കുഞ്ഞിന്റെ ഇത് യൂട്രസിനുള്ളിൽ ഫോം ചെയ്തിട്ടുണ്ടോ, അതോ ഇനി ഗർഭപാത്രത്തിന് പുറത്ത് എക്ടോപിക് ആണോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുക. പിന്നെ ഈ മെഡിസിൻ ഹാർട്ട് ബീറ്റ് ഒക്കെ കാണുന്നത് വരെ മെഡിസിൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ നമുക്ക് ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ അണ്ടവും ബീജസങ്കലനം നടക്കുന്നത് പുറത്താന്നേ ഉള്ളൂ, ലാബിലാന്നേ ഉള്ളൂ. വൺസ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാല് ഏതൊരു പ്രഗ്നൻസിയും പോലെ തന്നെയാണ് ഇത് മുന്നോട്ട്. എത്ര നാളായിരിക്കും ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടത് IVF ചെയ്യുന്ന ടൈമില്? സാധാരണഗതിയിൽ ഇപ്പം അണ്ടം പുറത്തെടുക്കുന്ന രാവിലെ അണ്ടം പുറത്തെടുത്ത് കഴിഞ്ഞാല് ഒരു 4 മണിയോടുകൂടിയൊക്കെ അവരെ വീട്ടിൽ വിടാം. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം അന്ന് തന്നെ വിടാം. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താലും നമ്മൾ ഇപ്പം രാവിലെ ചെയ്താൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വിടാം. അല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നോർമൽ പ്രഗ്നൻസി എന്നുള്ള രീതിയിൽ തന്നെ നോർമൽ പ്രഗ്നൻസി. പക്ഷെ എന്നാലും അത് നോർമൽ പ്രഗ്നൻസി ഇൻ ദ സെൻസ് ഒരു ഹൈ റിസ്ക് എന്ന് പറയുന്നത് നമ്മള് മിക്കവാറും നമ്മൾ 2 ഭ്രൂണമായിരിക്കും യൂഷ്വലി ഇടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പം മൾട്ടിപ്പിൾ പ്രഗ്നൻസി ട്വിൻസ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ അതിപ്പം നോർമലി പ്രഗ്നന്റ് ആയാൽ പോലും ട്വിൻ പ്രഗ്നൻസിക്ക് മറ്റേനേക്കാളും കുറച്ചുകൂടി ഒരു കെയറും ഒക്കെ വേണം. പിന്നെ ബാക്കി പ്രഗ്നൻസി മോണിറ്ററിംഗ് എല്ലാം ഒരു സാധാ പ്രഗ്നൻസി എങ്ങനെയാ പോകുന്നത് അതനുസരിച്ചിട്ട് തന്നെ ചെയ്താൽ മതി. യൂഷ്വലായിട്ട് നല്ലൊരു ഒബ്സ്റ്റട്രീഷ്യനെ കണ്ട് എല്ലാ ഫെസിലിറ്റിയും ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യും. അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്ത് നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. മാം പലപ്പോഴും ഈ ട്വിൻസ് ട്രിപ്ലെറ്റ്സ് ഒക്കെ വളരെ കോമൺ ആണല്ലോ IVF ട്രീറ്റ്മെന്റ് എടുക്കുന്ന ടൈം. അപ്പൊ മാം നേരത്തെ പറഞ്ഞ എംബ്രിയോ ചിലപ്പോൾ 2 എണ്ണമായിരിക്കും നിക്ഷേപിക്കുന്നത്, അതാണോ റീസൺ? അതെ, അത് പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പം IVFന് ഇനിഷ്യൽ ഡേയ്സിലൊക്കെ കൂടുതൽ നമ്പർ ഓഫ് എംബ്രിയോസ് നിക്ഷേപിക്കാറുണ്ടായിരുന്നു. അപ്പം ചിലപ്പോ 4-5 ഒക്കെ ഭ്രൂണം നിക്ഷേപിക്കുമായിരുന്നു പണ്ടൊക്കെ. അപ്പൊ അങ്ങനെ നിക്ഷേപിക്കുമ്പോ അതെല്ലാം കൂടെ പിടിക്കുവാണെങ്കിൽ ആണ് ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസി കൂടുതൽ വരുന്നത്. അപ്പൊ പിന്നെ ഫീറ്റൽ റിഡക്ഷൻ ചെയ്യും. അതായത് എക്സ്ട്രാ ഉള്ള ഭ്രൂണത്തില് നമ്മള് ഇല്ലാതാക്കുന്ന ഫീറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിട്ടുണ്ട്, ART റൂൾസ് ഉണ്ട്. അപ്പൊ ART റൂൾസ് അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് തോന്നിയ പോലെ ഭ്രൂണം വെക്കാൻ പറ്റത്തില്ല. അത് ഏജ് അനുസരിച്ചിട്ട് ഗവൺമെന്റ് റൂൾ ഉണ്ട്, അതനുസരിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മാം അപ്പൊ ഈ ഏജ് പറഞ്ഞിരുന്നല്ലോ, അപ്പൊ ഏജ് ബാരിയർ ഉണ്ടോ ഇതില്? ശരിക്കും ഏജ് ബാരിയർ എന്ന് പറയുന്നത് നമ്മളെ ഇപ്പം കറന്റ് ഇന്ത്യയില് ഇപ്പോഴത്തെ ART റൂൾ അനുസരിച്ചിട്ട് റീസെന്റ് ആയിട്ട് വന്നിട്ടാണ് സ്ത്രീക്ക് 50 വയസ്സും പുരുഷന് 55 വയസ്സുമാണ് കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനുള്ളിൽ സ്ത്രീയുടെ പ്രായം 50 അല്ലെങ്കിൽ പുരുഷന്റെ പ്രായം 55, ഇതിനുള്ളിൽ തന്നെ IVF ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ചിലർക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ടല്ലേ വന്ന റൂൾസ് ആണ്, വിത്തിൻ 2 years ആണ് റൂൾസ് വന്ന്. അപ്പം കുറെ കപ്പിൾസ് ദമ്പതിമാർക്ക് ഇതറിയാതെ പെട്ടെന്നല്ല ഒരു ദിവസം ഒരു റൂള് വന്നത്. അപ്പൊ നേരത്തെ പല IVF സെന്ററിലും 50 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഗവൺമെന്റ് ഒരു പുതിയൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൾറെഡി ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്നവരാണെങ്കിൽ അവർക്ക് ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം. അതിന് നമ്മള് അവര് തന്നെ ദമ്പതിമാര് കോടതിയിൽ പോയി കോടതിയുടെ ഉത്തരവോട് കൂടി വന്നാൽ IVF സെന്റേഴ്സിന് ഒരു പ്രാവശ്യം ചെയ്യാനുള്ള ഇതുണ്ട്, ഈ ഏജ് ഓവറായ. അല്ലാതെ റെഗുലർ ആയിട്ടുള്ളവർക്ക് സ്ത്രീക്ക് 50 പുരുഷൻ 55 അങ്ങനെ ഒരു ഏജ് ബാരിയർ ഉണ്ട്.
മാം IVF ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വല്ലതും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? യൂഷ്വലി അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉള്ളതായി കാണുന്നില്ല. പക്ഷെ നമ്മളിപ്പം തിയറിറ്റിക്കലി പറയുവാണെങ്കിൽ കൂടുതൽ ഇങ്ങനെ പല IVF ട്രീറ്റ്മെന്റ് അല്ലാതെ തന്നെ നമ്മളിപ്പോ ഒരുപാട് പ്രാവശ്യം അണ്ടം ഉണ്ടാവാനുള്ള മെഡിസിൻ, ഇപ്പം സ്ത്രീയുടെ ഇതെടുത്താല് മെയിൻലി അണ്ടോൽപാദനത്തിൽ വരുന്ന തകരാറ് കൊണ്ടാണ് സ്ത്രീ വന്ധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ അതുണ്ടാവുകയും വരാൻ വേണ്ടി വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് ഇങ്ങനെ ടാബ്ലറ്റ്സ് കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പൊ ഈ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ അണ്ടോൽപാദനത്തിന് വേണ്ടി ഇങ്ങനെ ടാബ്ലറ്റ് കൊടുത്തു അണ്ടം പുറത്തു വരുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മള് അണ്ടാശയത്തിന്റെ പുറത്ത് അതിന്റെ ഇത് വന്നിട്ട് ചിലപ്പം എപ്പിത്തീലിയൽ ഇത് വന്നിട്ട് ക്യാൻസർ ഉണ്ടാവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണെന്ന് ചില റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ കൺഫേം ആയിട്ട് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല, പറഞ്ഞിട്ടില്ല. പലപ്പോഴും പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഭയമാണ്, ഭയങ്കര പെയിൻഫുൾ ആണോ ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത്? IVF എന്ന് പറയുന്നത് പെയിൻഫുൾ ആണോ? ഫിസിക്കൽ പെയിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ വലിയ ഫിസിക്കൽ പെയിൻ ഇല്ല. കാര്യം നമ്മളിപ്പം ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്ത് അണ്ടാശയം വീർത്ത് വരുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത പോലെ കാണും. അല്ലാണ്ട് പെയിൻ എന്ന് പറയാനില്ല. കാര്യം നമ്മളിപ്പം അണ്ടം പുറത്തെടുക്കുന്നത് മൈൽഡായിട്ടുള്ള ഒരു സെഡേഷൻ കൊടുത്തിട്ടാണ്. അപ്പം പേഷ്യന്റ് ഉറങ്ങുമായിരിക്കും. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് സംഭവം, അങ്ങേയറ്റം പോയ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും അതൊരു അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഒരു നീഡിൽ ഇട്ടിട്ടാണ് നമ്മൾ അണ്ടാശയത്തുനിന്ന് അണ്ടത്തിനെ എടുക്കുന്നത്. അപ്പം ഒരിക്കലും അങ്ങനെ അത് പെയിൻഫുൾ അല്ല. പിന്നെ ഞാൻ പറഞ്ഞ ഫിസിക്കൽ പെയിൻ ആണ്. പിന്നെ മെന്റൽ പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ വേരിയേഷൻ ആണ് മാം. അപ്പൊ നമ്മള് പെയിൻഫുൾ അല്ല എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് IVF ആൻഡ് ICSI. ഇത് തമ്മിൽ എന്താ ഒരു ഡിഫറൻസ്? IVF എന്ന് പറയുന്നത് ചെയ്യുന്നത് ഭ്രൂണം ഉണ്ടാവുക എന്ന് വെച്ചത് അണ്ടവും ബീജവും കൂടെ ഒരു ഡിഷിനകത്ത് വെച്ചിട്ട് അതില് ബീജം തനിയെ പോയി ഡയറക്റ്റ് ആയിട്ട് അണ്ടത്തിനുള്ളിൽ കയറി ബീജസങ്കലനം നടന്നു. അതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ IVF എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് 1978 ഫസ്റ്റ് ബർത്ത് ഉണ്ടായെന്ന് പറഞ്ഞത്. പിന്നെ ഇത് 1992 അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ICSI എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായത്. ICSI ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്പേം, അതായത് ബീജം സെലക്ട് ചെയ്തിട്ട് അണ്ടത്തിനുള്ളിൽ കുത്തിവെക്കുന്നതാണ്. മനസ്സിലായില്ല? അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മറ്റൊരു നാച്ചുറൽ പ്രോസസ്സ് പോലെയാണ്. ഇത് നമ്മുടെ എംബ്രിയോളജിസ്റ്റ് സെലക്ട് ചെയ്ത് ബെസ്റ്റ് ക്വാളിറ്റി സ്പേം സെലക്ട് ചെയ്ത് അണ്ടത്തിലോട്ട് കുത്തിവെക്കുന്ന അതാണ് ICSI എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ വൃഷ്ണത്തിൽ നിന്ന് എടുക്കുന്ന ബീജം അതല്ല മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി, അതില് പിന്നെ വളരെ ബീജത്തിന്റെ എണ്ണം കുറവുള്ളവർക്ക്, ഇങ്ങനെയുള്ളവർക്ക് IVF ചെയ്യാൻ വേണ്ടിയുള്ള ബീജമില്ല. അപ്പൊ അവർക്ക് വേണ്ടിയാണ്, എസ്പെഷ്യലി മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിക്കാണ് ICSI കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. പിന്നെ അതല്ല ചിലർക്ക് IVF ചെയ്തിട്ട് ചിലപ്പം ഈ ബീജസങ്കലനം നമ്മൾ ചുമ്മാ ഡിഷിനകത്തിട്ട് വെച്ച് ചിലപ്പോൾ ബീജസങ്കലനം നടക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഒരു പ്രാവശ്യം IVF ചെയ്ത് നെഗറ്റീവ് ആയില്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ കുറവ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ICSIയിലോട്ട് പോവാം, ICSI ചെയ്യാൻ പറ്റും. മാം, ഇപ്പം പലപ്പോഴും എല്ലാവരുടെയും ഒരു ഡൗട്ടാ, ഇങ്ങനെ ഒരു നമ്മൾ IVF ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്വന്തം കുഞ്ഞ് തന്നെയാണോ, അവനവന്റെ തന്നെ അണ്ടവും ബീജവും ആണോ എന്ന് പലപ്പോഴും ഒരു ഡൗട്ടുണ്ട്. മാം, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പിന്നെ അത് നമ്മളിപ്പം ഒരിക്കലും ഒരു നല്ല ഒരു IVF സെന്ററിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല. അത് 100% ഷുവറാണ്. പിന്നെ റൂൾസ് അതിനെ പെർമിറ്റ് ചെയ്യുന്നില്ല. ഇതിപ്പം നമുക്ക് ഡോണർ പിന്നെ അണ്ടദാതാവിൽ നിന്ന് അണ്ടം സ്വീകരിക്കേണ്ട ആവശ്യം ചില സമയത്ത് വരും. ബീജദാതാവിൽ നിന്ന് ബീജം സ്വീകരിക്കേണ്ട ആവശ്യം വരും. അപ്പം ബീജദാതാവിൽ നിന്ന് ബീജം സ്വീകരിക്കേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മളിപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ശുക്ലത്തിൽ ബീജമില്ല, പിന്നെ വൃഷ്ണത്തിൽ നിന്ന് ബീജം പുറത്തെടുക്കുന്ന ടെസ്റ്റ് ഇത് ചെയ്തു, അതിലും കിട്ടുന്നില്ല. അങ്ങനെയുള്ളൊരു, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ജനിതക വൈകല്യം പുരുഷനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ബീജദാതാവിൽ നിന്ന് ബീജം സ്വീകരിക്കുന്നത്. സ്ത്രീയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ ചിലപ്പം അണ്ടങ്ങൾ നേരത്തെ തീർന്നു പോകാം.
ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ചിലർക്ക് യങ് ഏജ് ആണെങ്കിൽ പോലും ചിലത് കുടുംബ പാരമ്പര്യമായിട്ട് വരും. പെട്ടെന്ന് ഒരു 30 വയസ്സൊക്കെ 32 വയസ്സാകുമ്പോൾ മാസമുറ നിന്ന് പോകുന്നവരുണ്ട്. അതല്ല വേറെ ക്യാൻസർ ട്രീറ്റ്മെന്റ് അങ്ങനെ എടുത്ത് റേഡിയേഷൻ അങ്ങനെയൊക്കെ എടുത്ത് അണ്ടോൽപാദനവും ബീജോൽപാദനവും നിലച്ചു പോകുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ അണ്ടദാതാവിൽ നിന്നും ബീജദാതാവിൽ നിന്നും ബീജവും അണ്ടവും സ്വീകരിക്കുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ജനിതക വൈകല്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ളതിനാണ് നമുക്ക് നമ്മുടെ നാട്ടില് ART റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം ഇതിനായിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ART ബാങ്ക്സ് ഉണ്ട്. അപ്പൊ രജിസ്റ്റേർഡ് ART ബാങ്കിൽ നിന്നാണ് നമ്മള് ഈ അണ്ടവും ബീജവും സ്വീകരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, അതിൻ്റെതായ റൂൾസ് ഫോളോ ചെയ്യണം, അതിനായിട്ടുള്ള കൺസെന്റ് ഉണ്ട്. അപ്പം ആ സമ്മതപത്രം ദമ്പതിമാരുടെ സമ്മതപത്രം ഇല്ലാതെ ഒരിക്കൽ പോലും നമുക്കത് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഉള്ളത്. ഒരിക്കലും അങ്ങനെ അതൊരു മിഥ്യാധാരണയാണ്. അങ്ങനെ അത് ആലോചിച്ച് കുട്ടി വേണ്ടാന്ന് വെക്കണ്ട. അതെ അതെ അതെ. മാം ഇപ്പം നേരത്തെ തന്നെ മാം പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു എക്സ്പെൻസ് നല്ലൊരു തുകയാകുമെന്ന്. ഏകദേശം എത്രയാകും? അത് വേരി ചെയ്യും. ഒരു സെന്റർ ടു സെന്റർ അതിനെ വേരി ചെയ്യും. അത് മെയിൻ ആയിട്ട് വരുന്നത് ലാബിന്റെ ചാർജാണ്. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് മെഡിസിന്റെ ചാർജാണ്. ഓക്കെ. അപ്പൊ മെഡിസിന്റെ ചാർജ് എന്ന് പറയുന്നത് അതും ഇപ്പം പിന്നെ സ്ത്രീയുടെ ഏജ് അനുസരിച്ചിട്ടാണ്, പിന്നെ AMH വാല്യൂ ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. ഇപ്പം ഒരു 25 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട അത്രയും മെഡിസിൻ കൊടുത്താൽ പോരാ ഒരു 38 വയസ്സായ ഒരു സ്ത്രീക്ക്. അപ്പം അങ്ങനെയാണ് ഈ മെഡിസിന്റെ എമൗണ്ടിന് ഏറ്റക്കുറച്ചിൽ വരും. പിന്നെ ലാബ് ചാർജ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്നിരുന്നാലും റഫ്ലി ഒരു 1.25 1.5 നിൽക്കുമെന്നാണ് പ്രൈവറ്റ് ഇതിൽ നമ്മൾ ചെയ്യുമ്പോഴാവുന്നത്. മാം ഈ ഒരു മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മാമിന് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ നമ്മുടെ ശ്രോതാക്കളുമായിട്ട്? അത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ 1-2 പേഷ്യൻസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ അവര് പല സ്ഥലത്ത് പോയി IVF ചെയ്തു. അവരൊരു 25 ഇയേഴ്സ് ഓഫ് ഏജ് കല്യാണം കഴിച്ചതാണ്. ഹസ്ബൻഡിന് 10-30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് തൊട്ട് 2 കൂട്ടർക്കും അത്ര വലിയ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയാൻ വേണ്ടി അവർക്ക് ഇല്ലായിരുന്നു. പക്ഷെ എന്തോ അവർക്ക് അത് മെയിൻലി അതൊരു അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ഒരു കോസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷെ അങ്ങനെയുള്ള കേസസിൽ വേറെ കോസസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് ICSI തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് അവരിങ്ങനെ ചെയ്തു അവസാനം നമ്മൾ അവരെ ഞാൻ അവരെ കാണുമ്പോൾ അവരുടെ ഓൾറെഡി 10 പ്രാവശ്യം, നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല, 10 പ്രാവശ്യം ഓൾറെഡി ICSI ചെയ്ത് കഴിഞ്ഞു. എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ചെയ്തിട്ടൊരു എത്രയാ 15 എംബ്രിയോ ട്രാൻസ്ഫർ എങ്കിലും അവര് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആയിട്ടില്ല. പിന്നെ അവർ ഫിനാൻഷ്യലി വെൽ ഓഫ് ആയതുകൊണ്ട് അവര് വീണ്ടും ട്രൈ ചെയ്തു. അവസാനം അവരുടെ ഒരു 49 ഇയേഴ്സിലാണ്. അത് 49 ഇയേഴ്സിൽ അവർ ഓൾറെഡി തന്നെ ഇത്രയും നെഗറ്റീവ് ആയിട്ട് അവർ ഓൾറെഡി തന്നെ ഡോണർ വെച്ചും ചെയ്തു. എന്നിട്ടും ഒന്നും ആവുന്നില്ലായിരുന്നു. പക്ഷെ അവരുടെ 11th അറ്റംപ്റ്റിലാണ് സക്സസ് ആയത്. അവർക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ട്, ഒരു മെയിൽ ഒരു ബോയ് ആൻഡ് ഒരു ഗേൾ. അപ്പം അവരുടെ ആ ഒരു പെർസീവറൻസിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അതൊരു വലിയ എക്സ്പീരിയൻസ്, അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് അവര് നമ്മളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരതിന് വില്ലിങ് ആയിരുന്നു. മാം ഈ ഒരു മേഖലയിൽ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് എന്തെല്ലാം? ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പം വളരെ എല്ലായിടത്തും IVF ഉണ്ട്. പിന്നെ ഇപ്പം ഇപ്പം ആൾക്കാര് IVFന് വരുന്നവരുടെ എണ്ണം തന്നെ കൂടുതലായിട്ട് ആണ് വരുന്നത്. ഇപ്പം മെയിനായിട്ട് നമുക്ക് പറയാൻ ഇപ്പം നമ്മുടെ അതായത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 20-21 വയസ്സാകുമ്പോൾ എല്ലാവരും കല്യാണം കഴിക്കും. ഒരു 25 വയസ്സാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അങ്ങേറ്റം പോയ ഒരു 28 വയസ്സാകുമ്പോൾ 2 കുട്ടികളാവും, പ്രസവം നിർത്തും. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിയമം എന്ന് പറയുന്ന നോമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ജോലിയായി സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ
വിവാഹം. അപ്പൊ പഠിച്ചു തീർന്നാലും ജോലിയായി ഒക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 28 വയസ്സാവും. പിന്നെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവർ കുട്ടിയെ കുറിച്ച് ചിന്തിക്കത്തില്ല. അപ്പൊ അവരൊരു 2 years ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ വളരെ പലർക്കും AMH കുറവായി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മളൊരു ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ നടത്തുന്നത് നല്ലതാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാര് നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മള് എന്തെങ്കിലും ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ പോകുന്നതിന് മുമ്പായിരിക്കും ഈ അണ്ടവും ബീജവും ഒക്കെ ഫ്രീസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ പ്രഗ്നൻസി പോസ്റ്റ്പോൺ ചെയ്യുന്നത് ചിലപ്പം അവര് ഓൾറെഡി അവരുടെ എഗ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ബിഫോർ മാരേജ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷമാണെങ്കിൽ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവരൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി അവര് ഒരു ഫാമിലി സെറ്റപ്പ് ചെയ്തു, വീടൊക്കെ കെട്ടിപ്പടുത്തു, അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും അവര് ഒരു കുഞ്ഞിനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇപ്പോഴുണ്ട്. എല്ലാരും അത് ചെയ്യണമെന്നല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷെ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മിപ്പം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയെ കിട്ടാൻ പറ്റിയ ഒരു ഏജ് ഏതായിരിക്കും ഒരു ലേഡി പ്രഗ്നന്റ് ആകണം എന്നുണ്ടെങ്കിൽ? അത് 30 years മുൻപാണ്. ഫെർട്ടിലിറ്റി മാക്സിമം നോർമൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. മാക്സിമം ഫെർട്ടിലിറ്റി വരുന്നത് ബിലോ 30 years ആണ്. പിന്നെ 30-35 ആകുമ്പോൾ നമ്മുടെ ഈ അണ്ടത്തിന്റെയും ബീജത്തെയും കുറിച്ച് മാത്രം സംസാരിക്കരുത്. സ്ത്രീകൾക്ക് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, അതായത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഏജ് കൂടുന്തോറും കൂടി വരും. അപ്പൊ 35 വയസ്സ് കഴിഞ്ഞ് ഉള്ള ഗർഭധാരണത്തിന് ഇങ്ങനെയുള്ള റിസ്കുകളുണ്ട്. അപ്പൊ അതാണ് 30 years മുൻപ് തന്നെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു യങ്സ്റ്റേഴ്സിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത മാം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, പലപ്പോഴും ലൈഫ് സെറ്റിൽ ആകട്ടെ എന്ന് പറഞ്ഞ് കാത്തുവെച്ച് പ്രഗ്നൻസി നീട്ടി കൊണ്ടുപോവാണ്. അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സിനോട് എന്താ മാമിന് പറയാനുള്ളത്? നമുക്കിപ്പം അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി അങ്ങനെ ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. ബിക്കോസ് എല്ലാവർക്കും അവരുടേതായ ഡ്രീംസ് ഉണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ പോവുക, അത് ഒരു വശത്ത് നടക്കട്ടെ. പക്ഷെ നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റിയെ കുറിച്ച് നമ്മള് ബോധവൽക്കരിച്ച് നമുക്ക് അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് നല്ല AMH ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ശരി, നമ്മൾ 30 years 32 years ആവുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. അഥവാ അല്ല അതൊരു ഡിക്ലൈനിങ് ആണ്, കുറവാണെങ്കിൽ അതിൽ നമ്മള് എഗ് ഫ്രീസ് ചെയ്ത് വെക്കുന്നതായിരിക്കും. കല്യാണം ഇപ്പൊ എല്ലാവർക്കും കല്യാണം ആ സമയം ആവണമെന്നില്ല. ഇൻ കേസ് കല്യാണം കഴിച്ച ഹസ്ബൻഡ് കൂടെ ഉണ്ട്, അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഉടനെ കുട്ടി വേണ്ടാന്നെങ്കിൽ എംബ്രിയോ ഫ്രീസിങ്ങോ അല്ലെങ്കിൽ എഗ് ഫ്രീസിങ്ങോ ചെയ്യുന്നത് കൊണ്ട് അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു അവനവന്റെ ജനിതകമായ കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി ഒരു എന്താ പറയുന്നത് പ്രിക്കോഷനായിട്ട് നമുക്കത് കരുതി വെക്കാം അല്ലെ, വരുന്ന തലമുറയ്ക്കായിട്ട് നല്ല ആരോഗ്യമുള്ള തലമുറയ്ക്ക് വേണ്ടി ആണ്. ഓക്കെ മാം, അപ്പം നമ്മളിന്ന് നിരവധി വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ കടന്നുപോയി, മാമിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ മാം വേറെ എന്തെങ്കിലും നമ്മുടെ യങ്സ്റ്റേഴ്സിനോടുള്ള മെസ്സേജ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളോട് എന്താ മാമിന് പറയാനുള്ളത്? അവരുടെ ഒരു ഹെൽത്തിനെ കുറിച്ച് പലപ്പോഴും സ്ത്രീകൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു പ്രകൃതമാണ് അവർ കാണിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചും കൂടി എന്താ മാമിന് പറയാനുള്ളത്? എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക. അതെ, ആസ് എ ഫീമെയിൽ നമ്മള്, ബിക്കോസ് മദറിന്റെ ഹെൽത്ത് ആണ് ബേബിയുടെ ഹെൽത്ത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവണമെങ്കിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ചെയ്യുക, അമിതമായി വണ്ണം വെക്കാതിരിക്കുക, പിന്നെ റെഗുലർ എക്സസൈസ് ചെയ്യുക, പിന്നെ തൈറോയിഡ് അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രോപ്പർ ഹെൽത്ത് ചെക്കപ്പ് ഇൻ ബിറ്റ്വീൻ നടക്കുക. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു മാം. മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പങ്കുവച്ചതിന്. ഇതുവരെ നമ്മോട് ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ട്രിവാൻഡ്രത്തും കായംകുളത്തുമുള്ള യാന ഫെർട്ടിലിറ്റി ആൻഡ് IVF സെന്ററിലെ സീനിയർ ഫെർട്ടിലിറ്റി കൺസൾട്ടന്റായ ഡോക്ടർ മീര ബാലകൃഷ്ണനാണ്. താങ്ക് യു മാം. താങ്ക് യു.